പ്രിയപ്പെട്ട മയൂഖ മിത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മഠത്തിൽ മയൂഖം സാഹിത്യ സാംസ്കാരിക വേദിയുടെ 58ാമത് പുസ്തക ആസ്വാദന മത്സരത്തിലേക്ക് ഇത്തവണ നൽകിയിരുന്നത് ശ്രീമതി ജ്യോതി ശ്രീനിവാസിൻ്റെ ഒറ്റമുറിയിലെ സൂര്യൻ എന്ന പുസ്തകമാണ്. ജ്യോതി ശ്രീനിവാസിനെ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു പത്രത്തിന് വേണ്ടി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ അവരുമായിട്ട് നടത്തിയിരുന്നു ഒരിക്കൽ. അപ്പോഴാണ് അവരുടെ ജീവിതകഥ എന്നോട് പറയുന്നത്. അതേക്കുറിച്ച് ഞാൻ ഒന്ന് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് മാത്രമല്ല, മറ്റ് മനുഷ്യർക്കും മാതൃകയാക്കാവുന്നതാണ്. ഇവിടെ ജ്യോതി ശ്രീനിവാസ് എന്ന ഒരു സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള അവശത അനുഭവിക്കുന്ന മനുഷ്യ ജീവികൾക്ക് മാതൃകയാക്കാവുന്ന ഒരാളാണ്. എൻ്റെ തന്നെ ഭാഷയിൽ ഇന്നിൻ്റെ മോഹങ്ങൾ നാളെയുടെ പ്രതീക്ഷകളായപ്പോൾ കാലത്തിൻ്റെ കണ്ണീറിൽ വേരുകളറ്റു തകർന്നു പോയെൻ്റെ സ്വപ്ന സാമ്രാജ്യം എന്നാണ് ഞാൻ ജ്യോതി ശ്രീനിവാസനായി ഒരു ആമുഖം എഴുതിയത്. സൂര്യനെ അണിഞ്ഞവൾ. ജനാലയിലൂടെ ആകാശവും ഭൂമിയും നോക്കിക്കാണുന്ന ജ്യോതി ശ്രീനിവാസിനെ പിന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ജ്യോതി ശ്രീനിവാസിന്റെ ബയോ ഏവരും വായിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ ബയോ പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കിയ ആളാണ്. എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേ പുസ്തകത്തിൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് ദുരിതങ്ങൾ അവർ താണ്ടിയിട്ടുണ്ട്. ആ ദുരിത ജീവിതം എത്രത്തോളം അവരെ തകർക്കാമോ അത്രത്തോളം തകർത്തുവെങ്കിലും അതിൽ നിന്നൊക്കെ എത്രത്തോളം എഴുന്നേൽക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം. തൻ്റെ ഭർത്താവ് മരണപ്പെടുന്നതിനെ കുറിച്ച് അവർ വിറച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് കുറിച്ചത്. പനിച്ചു വിറച്ചു കിടന്ന ഒരു രാത്രിയിലുണ്ടായ ദുസ്വപ്നം ജ്യോതിയുടെ ജീവിതത്തിലെ അടുത്ത ഇരുട്ടടിയാകുമെന്ന് ഒരിക്കലും ഓർത്തില്ല. 5 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതികൾ ജ്യോതി അസുഖ ബാധിതയായ ശേഷം ഒരു കിടക്കയിൽ ഉറങ്ങിയിട്ടില്ല. അന്ന് ഒപ്പം കിടക്കണമെന്ന് ശ്രീനിവാസൻ എന്തുകൊണ്ടോ വാശി പിടിച്ചു. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ഉറക്കം ഞെട്ടിയ ജ്യോതി കണ്ടത് പിറന്നാൾ ദിനത്തിൽ തന്നെ ഹൃദയാഘാതത്തിൽ ജീവൻ നഷ്ടമായ ഭർത്താവിനെയാണ്. കേവലം 33 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ചേർത്ത് പിടിച്ചിരുന്ന കൈകൾ എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു. ജ്യോതിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇണയെ നഷ്ടപ്പെട്ടു ചിറകൊടിഞ്ഞ കിളി. വിഭ്രാന്തിയിലൂടെ ഭർതൃവിയോഗത്തിന്റെ വിഭ്രാന്തിയിലൂടെ നടന്നുപോയ നാളുകളാണ് പിന്നീട് ജ്യോതിക്ക് ഉണ്ടായത്. പരസഹായം കൂടാതെ നടക്കാനോ പിഞ്ചു കുഞ്ഞിനെ നോക്കാനോ ഒക്കെ കഴിയാത്ത ഒരവസ്ഥയിലുള്ള ഒരു സ്ത്രീ. കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത ഭർതൃമാതാവ് അപ്പോൾ രക്ഷകയായി എത്തുകയാണ്. അവർ അടുക്കള ജോലിക്ക് പോകുന്നു, ജ്യോതിയെയും കുഞ്ഞിനെയും പരിചരിക്കുന്നു. വിദ്യാസമ്പന്നയായ ജ്യോതിയെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. 20ഓളം വിദ്യാർത്ഥികളെ അവർ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ രക്ഷയുടെ കരങ്ങൾ നീട്ടിയത് അവരുടെ ജീവിതത്തിൽ ആദ്യമായി
ആ ഭർത്തൃ മാതാവ് തന്നെയാണ്. തൻ്റെ ട്യൂഷൻ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ജ്യോതി എഴുതാൻ തുടങ്ങിയത്. എഴുത്തിന്റെ ഒരു സ്പാർക്ക് തന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ജ്യോതി അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ദുരിത ജീവിതത്തിലും തൻ്റെ ഏകമകളെ പഠിപ്പിക്കാനും മലയാള ഭാഷയിൽ മാസ്റ്റർ ബിരുദം എടുപ്പിക്കാനുമൊക്കെ ജ്യോതിക്ക് കഴിഞ്ഞു. വാക്കറിന്റെ സഹായത്താൽ അല്പമൊക്കെ നടക്കാൻ, അടുക്കളയിലെ ജോലികൾ ചെയ്യാനൊക്കെ പ്രാപ്തയായ ജ്യോതിക്ക് അടുത്ത ഇരുട്ടടിയായിട്ട് വന്നത് ബാത്റൂമിലെ വീഴ്ചയാണ്. വലത്തെ തുടയിൽ 3 ഒടിഞ്ഞ് അടുത്ത തുടയിൽ തറച്ചു കയറി അരയ്ക്ക് താഴെയുള്ള ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് വീൽ ചെയറിലായിട്ട് 7 വർഷമായി. നോക്കൂ, 23 വയസ്സുവരെ ലോകത്തിന്റെ സകല സൗന്ദര്യവും ആസ്വദിച്ചു. അങ്ങനെ കഴിഞ്ഞ ഒരു സ്ത്രീ. മോശപ്പെട്ട അവസ്ഥയിലും നാം നമ്മെപ്പറ്റി ചിന്തിക്കരുത്. നമ്മേക്കാൾ മോശം അവസ്ഥയിലുള്ളവരെ പറ്റി ചിന്തിക്കുക. ജീവിതം ഏറ്റവും വലിയ പാഠശാലയാണ്. എന്നോട് ജ്യോതി ശ്രീനിവാസൻ പറഞ്ഞ വാചകമാണ്. എത്രയോ സത്യമായ കാര്യമാണത്. ഈ ദുരിത പർവ്വങ്ങളൊക്കെ താണ്ടാൻ ജ്യോതിയെ സഹായിച്ചത് ജ്യോതിസ് കവിതാ വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ. അതിലെ തൻ്റെ കവിതകൾ അവർ മനോഹര ശബ്ദത്തിൽ ആലപിക്കുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുന്ന, ആസ്വദിക്കുന്ന എല്ലാ മയുഗമിത്രങ്ങളും ജ്യോതിസ് കവിതാ വേൾഡ് എന്ന അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവർ 2 കവിതാ സമാഹാരങ്ങൾ പുസ്തകമാക്കിയിട്ടുണ്ട്. അവരുടെ ആത്മകഥയാണ് നമുക്ക് ഈ പ്രാവശ്യം ആസ്വാദനത്തിനായി ഒറ്റമുറിയിലെ സൂര്യൻ ആ പുസ്തകം നമുക്ക് നൽകിയത്. പ്രത്യാശ നഷ്ടപ്പെട്ട ലോക മനുഷ്യർക്ക് പ്രചോദനവും വെളിച്ചവുമാണ് ജ്യോതി ശ്രീനിവാസ് എന്ന ആ ഒരു ചുരുക്കമാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്.